എല്ലാവരും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ട്രംപിൻ്റെ ഏകപക്ഷീയമായ വെടിനിർത്തലിന് യാതൊരു ഫലവും കാണാത്ത തരത്തിൽ ഇറാൻ യുദ്ധം കൊണ്ട് അമേരിക്കയെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായി ഇന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഈ ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയാത്തതും ലോകത്തിൻ്റെ മുന്നിൽ അമേരിക്ക നാണം കെടുന്നത് മൂലം അമേരിക്കയ്ക്ക് ഇപ്പോൾ തിരിച്ച് ഇറാനെ ആക്രമിക്കാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇറാനുമായി ഒരു കരാർ ഒപ്പിടും, യുദ്ധം അവസാനിപ്പിക്കും എന്ന് ട്രംപ് കാണാപ്പാടം പഠിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നെഞ്ചത്ത് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ സൈന്യം ഇറാനെ കഠിനമായി ആക്രമിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇറാന്റെ ആക്രമണത്തിലൂടെ ഓരോ ദിവസവും അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ തുറന്നു കാണിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നത് ട്രംപിന്റെ വെറും വാക്കുകളെ പരിഹസിക്കാൻ ലോകത്തിന്റെ മുന്നിൽ അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. ഇതിൽ പ്രധാനമായതും കുവൈറ്റിലെയും ജോർദാനിലെയും ബഹ്റൈനിലെയും സൈനിക കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ്. ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ ഏറ്റവും വിലപിടിച്ച F-15, F-16, F-35 വിമാനങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നലെ തകർന്നിട്ടുള്ളത്. കനത്ത നഷ്ടമാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വലിയ വലിയ വിമാനങ്ങളൊക്കെ പോകുക എന്ന് പറയുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളം ഇതിനകം തന്നെ ഇറാൻ ഏതാണ്ടൊക്കെ അടിച്ചു തീർത്തിട്ടുണ്ട്. അപ്പം അത് കാരണം അവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങളെ മുഴുവൻ അമേരിക്ക സുരക്ഷിതമായി ജോർദാനിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ജോർദാൻ ഈ യുദ്ധത്തിലൊന്നും കാര്യമായ കക്ഷി അല്ലാത്തത് കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ സ്ഥലവും ഇറാൻ കണ്ടെത്തുകയും ഇന്നലെ കൂടാതെ ഇന്നും ഇവിടെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി അമേരിക്കയുടെ വിമാനങ്ങൾ നശിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് അമേരിക്ക കുവൈറ്റ് എയർപോർട്ടിൽ അവരുടെ കുറച്ച് വിമാനങ്ങളൊക്കെ സൂക്ഷിക്കുകയും അവിടെ നിന്നാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഈ വിമാനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സ്ഥലവും കണ്ടെത്തി അവിടേക്ക് പലതവണ ആക്രമണം നടത്തിയതോടെയാണ് ബാക്കിയുള്ള വിമാനങ്ങളെല്ലാമായിട്ട് ഇവർ ജോർദാനിലേക്ക് സ്ഥലം വിടുന്നത്. അതായത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥലത്തും ഇപ്പോൾ അവരുടെ ഈ വിമാനങ്ങളോ മറ്റ് ആയുധ സാമഗ്രികളോ ഒന്നും സൂക്ഷിക്കാൻ യാതൊരുവിധ സ്ഥലവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ഇറാൻ കണ്ടെത്തുകയാണ്. കാരണം വിമാനങ്ങളൊക്കെ ഏത് എയർപോർട്ടിലാണ് രഹസ്യമായി സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് വേണ്ടി വിമാനം പുറപ്പെടുമ്പോൾ ആ വിമാനം പുറപ്പെട്ട പോയിന്റിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് അവിടെ മറ്റു വിമാനങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഈ ആക്രമണത്തിൽ തകരുകയാണ്. ഈ മിസൈൽ വരുന്ന കണ്ട് പെട്ടെന്നെടുത്ത് മാറ്റാൻ ഇത് ചെറിയ സാധനമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്നത് മേടിക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇതുകൂടാതെ അമേരിക്കയുടെ ഏറ്റവും വലിയ പേര് കേട്ട 7ാം കപ്പൽപ്പട എന്നൊക്കെ പറഞ്ഞ് ഈ മിഡിൽ ഈസ്റ്റിൽ അവർ കൊണ്ട് സ്ഥാപിച്ചിരുന്ന ബഹ്റൈനിലെ പോർട്ടുമൊക്കെ ഇറാൻ ഇതിനകം മിസൈൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അവിടേക്കും തുടർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആക്രമണമാണ് നടത്തുന്നത്. അങ്ങനെ വിമാനങ്ങളും കപ്പലുകളും സ്ഥിരമായി നഷ്ടപ്പെടുന്ന അമേരിക്ക സൈനികമായി വളരെയധികം ദുർബലമാണെന്ന സന്ദേശമാണ് ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇറാൻ ഒരിക്കലും ഒരു കരാറിന് തയ്യാറാവാതെ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപിന് പരാതി പറയേണ്ടി വരുമ്പോൾ അമേരിക്കൻ സൈന്യം എത്ര ദുർബലമാണെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഇറാൻ പറയുന്നത് അമേരിക്കയും അവരുടെ സൈന്യവും പൂർണ്ണമായും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നവരെ ഞങ്ങൾ അമേരിക്കയെ ആക്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ഇറാൻ ഇത് പറയുമ്പോൾ തോൽവി സമ്മതിക്കാൻ ദുരഭിമാനം കൊണ്ട് തലമുടിയിരിക്കുന്ന ട്രംപിന് ഇനിയും കാലങ്ങളോളം ഉഷ്ണ മരുഭൂമിയിലെ തീക്കാറ്റിൽ വെന്തുരുകാം എന്നത് മാത്രമേ മിച്ചമായുള്ളൂ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇവന്മാർക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു കാരണവശാലും ഇറാനെ ജയിച്ച് കയറിപ്പോകാൻ കഴിയില്ല. ഇത് ഇറാനുമായിട്ടുണ്ടായ ആദ്യ യുദ്ധത്തിൽ തന്നെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അതിലൂടെ കിടക്കുകയാണ്. ഒരു പ്രയോജനമില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ട്രംപ് പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാനെയും ഖത്തറിനെയും എല്ലാം ഇറാനെ സ്വാധീനിക്കാൻ പറഞ്ഞു വിട്ടിട്ടും അതിനും യാതൊരുവിധ പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കരാറിന് വേണ്ടി പാകിസ്ഥാന്റെ ആളുകളാണെങ്കിൽ ഇറാനിൽ ഇപ്പം വാടകയ്ക്ക് മുറിയെടുത്ത് താമസിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു ബ്രോക്കറിംഗ് ആണ്. നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ സ്ഥലക്കച്ചവടത്തിന് വേണ്ടി ഇടയ്ക്ക് നിൽക്കുക ബ്രോക്കർമാർ അവർ വളരെയധികം ടെൻഷനായി അനുഭവിക്കട്ടെ. കാരണം കച്ചവടം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഇവന്മാരെ മുറിയെടുത്തിട്ട് ഇറാനിൽ കിടക്കുകയാണ് എന്ന് വേണം പറയാൻ. ഏതെങ്കിലും ഒരു അവസരത്തിൽ കരാറിന് ഇറാൻ തയ്യാറായാൽ ഇടനില നിന്ന് പാകിസ്ഥാന് കിട്ടുന്നത് വലിയ തുകയാണ്. അതുകൊണ്ടാണ് ഇവന്മാരവിടെ കെട്ടിക്കിടക്കുന്നത് കേട്ടോ. അല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാനോ ഈ മിഡിൽ ഈസ്റ്റ് നന്നാകാനൊന്നും അല്ല ഇവന്മാരവിടെ കിടക്കുന്നത്. ട്രംപിൽ നിന്നും സൗദി, ഖത്തർ തുടങ്ങി സകല അറബ് രാജ്യങ്ങളിൽ നിന്നും വലിയ തുകയാണ്
ഇങ്ങനെ ഒരു കരാർ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പാകിസ്ഥാന് ലഭിക്കുക. അതോടുകൂടി ഇമാരുടെ നാട്ടിലെ പഞ്ഞമെല്ലാം തീരും, രാജ്യമൊന്ന് രക്ഷപ്പെടും. അത് ഈ അറബികളെ കൊടുക്കുക എന്ന് പറയാൻ വലിയ തുകയായിരിക്കുമല്ലോ. ചെറിയ നക്കാപ്പിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എണ്ണാൻ കഴിയാത്ത തുകയായിരിക്കും അവർക്ക് കിട്ടുന്നത്. ട്രംപ് ഇറാനോട് എല്ലാ വെട്ടുവീഴ്ചകൾക്കും തയ്യാറാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രതീക്ഷകളുടെ ആണിക്കല്ല് എന്നും പറയേണ്ടതുണ്ട്. അല്ലാതെ ട്രംപ് സമ്മതിച്ചില്ലെങ്കിൽ ഈ കരാർ ഒരിക്കലും നടക്കില്ലല്ലോ. എന്നാൽ ട്രംപ് എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ധൈര്യമായിട്ട് ഇറാൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഏതെങ്കിലും ഇതിലൊരു കരാർ നിങ്ങൾ പ്ലീസ് ദയവായിട്ടൊന്നൊരു ഒപ്പുവെക്ക്, അയാളൊന്ന് പറഞ്ഞു വിട്, നമുക്ക് കിട്ടാനുള്ള കിട്ടുകയും ചെയ്യും, നിങ്ങൾ ഞങ്ങൾക്ക് കമ്മീഷനൊന്നും വരണ്ട, ഏകപക്ഷീയമായിട്ട് മതി, ഞങ്ങൾ അപ്പുറ സൈഡിൽ നിന്ന് മേടിച്ചോളാം. ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇറാനിൽ പോയി പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കരാർ ഉറപ്പിക്കാൻ വേണ്ടി അവർ ഇറാൻ സമ്പുഷ്ടീകരിച്ച ഈ അവരുടെ യുറേനിയൊന്നും അമേരിക്കയെ ഏൽപ്പിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിന് പകരമായിട്ട് ഒന്ന് നേർപ്പിച്ചാൽ മതി എന്നൊരു പുതിയ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതായത് യുറേനിയൊന്നും വേണ്ട, ഒന്ന് ഇച്ചിരി വെള്ളം കലക്കി ഒന്ന് ചേർത്തൊന്ന് സെറ്റാക്കിയാൽ മതി, നമ്മളെന്ന് കാണിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്യുകയും വേണ്ട, അത് അങ്ങനെ സമ്മതിച്ച് തന്നാൽ മതി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഹോർമുസ് മുനമ്പ് ഒന്ന് തുറന്നു തരൂ എന്നും അയാൾ പറയുന്നുണ്ട്. അതുവഴി മിഡിൽ ഈസ്റ്റിലെ എണ്ണക്കപ്പലുകളെ ഒന്ന് കടത്തിവിട്ടാൽ മാത്രം മതി. പിന്നെ മറ്റൊന്ന്, ഇറാൻ്റെ ഡിമാൻഡുകളിലൊന്നായ ലെബനോനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും നെതന്യാഹുവിനെ ഈ ട്രംപ് മാറ്റി നിർത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, അടുത്ത ഒക്ടോബറിൽ അയാൾ ഭരണത്തിൽ പോലും ഉണ്ടാവില്ല എന്ന് ഇറാന് ഈ ട്രംപ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ഉറപ്പിന് വേണ്ടി, അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി, അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറാൻ ഒരു കരാർ എഴുതിത്തരുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറാൻ സ്ഥിരമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപിന് പറയേണ്ടി വരുന്നത്. ശരിയല്ലേ, ഇപ്പം തരാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട് കരാറുമില്ല, ഒന്നുമില്ല, ചുമ്മാ കയറി അടിച്ചുകൊണ്ടിരിക്കുക. ആർക്കായാലും സങ്കടം വരികയല്ലേ. ട്രംപ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സങ്കടാവസ്ഥയിലാട്ടോ. ഇനി കരാർ ഉണ്ടാക്കിയെങ്കിൽ തന്നെ നാളെ ഈ കരാർ ഇറാൻ തെറ്റിച്ചാലും ട്രംപിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. പിന്നെ എന്തിനാണ് അയാൾക്ക് കരാർ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. കാരണം ഈ കരാർ എന്നത് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബിരുദ സർട്ടിഫിക്കറ്റിൻ്റെ വിലയാണുള്ളത്. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയി ജോലിക്ക് പോകാമല്ലോ. നല്ലൊരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എവിടെയും നമുക്ക് ധൈര്യത്തോടെ പോയി കാണിക്കാം, നമുക്ക് ഇതുണ്ട്, സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അതുപോലെ ട്രംപിന് കിട്ടുന്ന ഒരു ബിരുദ സർട്ടിഫിക്കറ്റിന് തുല്യമായൊരു സാധനമാണ് ഇറാനുമായിട്ട് ഉള്ള ഒരു കരാർ. ഇത് പൊക്കിപ്പിടിച്ചിട്ട് വേണം അമേരിക്ക ജയിച്ചു എന്ന് ഇയാൾക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ. അല്ല, എന്നാ എടുത്തിട്ട് കാണിക്കും. ഇതിനു മുമ്പ് അയാൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ ആരും അംഗീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കരാർ ഉറപ്പിച്ചിട്ടുണ്ടോ, ഞങ്ങൾ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്, അവർ തോറ്റു തുന്നം പാടി, കണ്ടോ അവരെ കാൽക്കൽ വീണ് കിടക്കുകയാണ് എന്നൊക്കെ അയാൾക്ക് പറയാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ കരാർ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനുശേഷം അതിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അമേരിക്കൻ സൈനിക ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി നിങ്ങളുടെ ആരുടെയും പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന സൗദിയും ഖത്തറും ഒക്കെ മുസ്ലിം ഭീകര രാഷ്ട്രമാണെന്ന് പറഞ്ഞു നടക്കാനും ട്രംപിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കണ്ടോ, അവന്മാരൊക്കെ ഭയങ്കര ഭീകരന്മാരാണ്. അവന്മാരെല്ലാം ഇറാനുമായിട്ട് ഒത്തു കളിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർ ഭീകര രാഷ്ട്രങ്ങളാണ്, ഞങ്ങൾ നാളെ അവരെല്ലാം ആക്രമിക്കും എന്ന് പറഞ്ഞു നടക്കാമല്ലോ. എന്നാൽ ഞങ്ങൾ ഇറാനോട് തോറ്റിരിക്കുകയാണ്, ഇനി ഞങ്ങൾ ഇറാനുമായിട്ട് യാതൊരുവിധ യുദ്ധത്തിനുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളും എല്ലാം ഞങ്ങൾ സഹിച്ചിരിക്കുന്നു, ഈ യുദ്ധത്തിൽ നിന്നും മാന്യമായി പിന്മാറുക എന്ന് പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിടുന്നതിന് പകരമായിട്ട് പ്രതിരോധത്തിന് മാത്രമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ നാണം കെട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ വിടുവായൻ ട്രംപിനെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് അയാളെ കൂടുതൽ നാണം കെടുത്താൻ വേണ്ടി ഇപ്പോൾ ഇറാൻ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ യുദ്ധം അവസാനിച്ചാൽ പോലും അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലോ ഏഷ്യൻ രാജ്യങ്ങളിലോ കടന്നു വരാൻ കഴിയാത്ത വിധം കുരുക്കുകൂടി മുറുക്കുന്ന ഒരു രഹസ്യധാരണയുടെ പുറത്താണ് ഇറാനും പ്രോക്സികളും സൗഹൃദ രാഷ്ട്രങ്ങളായ റഷ്യയും ചൈനയും ഒക്കെ ഇടപെടുന്നത് എന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറയാവുന്നതാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.